ഓക്കെ, സോ അധികം സമയം കളയാതെ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് വരാം. സൗണ്ട് കോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ലൈഫ് നോട്ട് ഇ ഞാൻ കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിന് മേടിച്ചതാണ്. കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത് മേടിച്ചതാണ്. ആ ഒരാഴ്ച ഞാൻ കുറേയധികം റിവ്യൂസ് ഇട്ടുകൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ച ഇൻഫർമേറ്റീവ് വീഡിയോസിലേക്ക് മാറിയപ്പോൾ പിന്നെ റിവ്യൂ ഇടാം എന്ന് പറഞ്ഞ് വെച്ചിരുന്ന സാധനമാണ് അത്. പിന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 2-3 പേര് ഈ പ്രൊഡക്റ്റിൻ്റെ ഇത് അയച്ചിട്ട് ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായി. സോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് റിവ്യൂ ചെയ്യണമെന്ന്. സൗണ്ട് കോറിൻ്റെ 3ാമത്തെ പ്രൊഡക്റ്റാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ആ മേടിച്ച 3 പ്രൊഡക്റ്റുകളിലും അവരുടെ പാക്കിംഗ് എക്സെപ്ഷനിലാണ്. വളരെ നല്ല പാക്കിംഗ്. അതായത് ബുക്ക്ലെറ്റ് ആയിക്കോട്ടെ, കുറേ കൺട്രീസിലുള്ളതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളുടെ ഭാഷകളിലുള്ള ഒരു ബുക്ക്ലെറ്റ് അവർ കൂടെ തരും. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ലീഫ്ലെറ്റും കാര്യങ്ങളും. അതുമാത്രമല്ലാതെ നമുക്കൊരു USB കേബിൾ കിട്ടും. എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ഇയർഫോണിന് ഇത്രയും നല്ല USB കേബിൾ തരുന്ന വേറൊരു ബ്രാൻഡ് ഉണ്ട് എന്ന്. വെറുതെ പൊക്കി പറയുമല്ല, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 3 റിവ്യൂസ്, നമ്മൾ കഴിഞ്ഞ 2 റിവ്യൂസും കണ്ടറിയാം. ഇതിൻ്റെ കേബിൾ, ഈ ഒരു ചാർജിങ് കേബിൾ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. 3ാമത്തത് സൗണ്ട് കോറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയർ ടിപ്സുകളുടെ എണ്ണം. നോർമലി നമുക്ക് സ്മോൾ, മീഡിയം, ലാർജ് മാത്രമേ തരുള്ളൂ. സൗണ്ട് കോറിനകത്ത് നമുക്ക് എക്സ്ട്രാ സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് എന്നിങ്ങനെ 5 തരത്തിലുള്ള ഇയർ ടിപ്സ് തരുന്നുണ്ട്. സോ ഏതൊരു ചെവി ഷേപ്പുള്ള ആൾക്കാർക്കാരും കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ തരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് സൗണ്ട് കോറിൻ്റെ ഈ ഒരു പാക്കേജിങ്ങിലും ഇഷ്ടപ്പെട്ടത്. ലൈഫ് നോട്ട് ഈ 2799 റുപ്പീസിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 1799 ആ ഒരു പ്രൈസ് റേഞ്ചിൽ പോയിക്കൊണ്ടിരുന്നു സെയിലിൽ. ഇത് സൈന നെഹ്വാൾ എഡിഷൻ എന്ന് പറഞ്ഞാണ് അവർ ഇറക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പുറത്തുള്ള ഒരു സൈന നെഹ്വാൾ എഡിഷൻ ഒരു സ്റ്റിക്കർ മാത്രമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഡിവൈസിൽ വേറെ ചേഞ്ചസ് ഒക്കെ ഉണ്ട് എന്ന്. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് സൈന നെഹ്വാൾ ബിഗ് ബില്യൺ സ്പെഷ്യൽസ് എന്ന് പറഞ്ഞിട്ട്. ഡിവൈസിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് തിങ് ഈസ് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, ഒന്നും പറയാതിരിക്കാൻ വയ്യ. അതായത് ഒരു ഡവ് സോപ്പ്, ഒരു കറുത്ത ഡവ് സോപ്പ് ചെറിയ സൈസിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സെയിം ഷേപ്പിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. മാറ്റ് ഫിനിഷാണ്. കയ്യിലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വെൽ ബിൽഡ് ആയിട്ടുള്ള കേസ്. ഇനി കേസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കിതിൻ്റെ ചാർജ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. 3 LEDs ആണുള്ളത്. സോ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എത്ര ചാർജാണ് കേസിനകത്തുള്ളതെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അത് ബഡ്സ് എടുക്കണ്ട, അതിന് മുന്നേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ ഇയർ ബഡ്സ് അല്ലെങ്കിൽ ഇയർ ടിപ്സ്, ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർ ബഡ്സ് പ്രോയിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. ബട്ട് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് കോറിൻ്റെ ലോഗോ തന്നിട്ടുണ്ട്. വളരെ ചെറിയ ഇയർ ബഡ്സ് ആണ്. ബട്ട് ചെറുതാണ് എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആവരുത്. ഈ ഇയർഫോൺസിൻ്റെ പ്രധാന ഗുണം ഞാൻ പറഞ്ഞുതരാം. ബാറ്ററി ലൈഫാണ്. ഒരിക്കൽ ഇത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 2 ഇയർഫോൺസ് ഒരിക്കൽ ഫുൾ ചാർജ് ചെയ്താൽ 6 മുതൽ 7 മണിക്കൂർ വരെയും ഒരു പ്രശ്നമില്ലാതെ ഓടിക്കോളും. ഒരു പ്രശ്നമില്ലാതെ. എനിക്ക് തോന്നുന്നു സൗണ്ട് കോറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. ബാറ്ററി ബാക്കപ്പ് എക്സെപ്ഷനിലാണ്. വളരെ നല്ല ബാറ്ററി ബാക്കപ്പാണ്. അതുപോലെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, ടെക്നോളജി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. മൈക്രോഫോൺ ടെസ്റ്റിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി മനസ്സിലാവും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ USB-C പോർട്ട് ഉണ്ട്. സോ അതുവഴിയാണ് ഇത് ചാർജ് ചെയ്യേണ്ടത്. ഫുൾ ചാർജ് ചെയ്തത് നിങ്ങൾക്ക് 32 മണിക്കൂർ വരെയും ഈ ഒരൊറ്റ കേസ് വെച്ചിട്ട് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. സോ വർക്കൗട്ട്, ജോഗിങ് ചെയ്യുന്നവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ, ചെവിയിലെടുത്ത് വെക്കുമ്പോൾ തന്നെ ചെവി ഫുള്ളായിട്ട് മൂടുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്ലെയിനിൽ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ ചെവി അടഞ്ഞു പോകില്ലേ, ആ ഒരു സെയിം ഫീലിംഗ് ആണ് ഇത് ചെവിയിൽ പ്രോപ്പറായിട്ട് വെക്കുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ ഇവർ പ്രത്യേകമായിട്ട് പറയുന്നത് ഇതിനകത്ത് 3 ഈക്വലൈസർ മോഡുകളുണ്ട്. അതായത് ഒരു ഫ്ലാറ്റ് മോഡും, ഫ്ലാറ്റ് ഇൻ ദ സെൻസ് വോക്കൽസ് ഇൻക്രീസ് ആയിട്ടുള്ളൊരു മോഡും, അതേപോലെ ഒരു നോർമൽ മോഡും, ഒരു ബേസ് മോഡും, ബേസ് അല്ലെങ്കിൽ ബാസ്, ആ ഒരു മോഡും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ 2 ഈക്വലൈസറിൽ എനിക്ക് അത്ര വലിയ സിഗ്നിഫിക്കൻറ്റ് ഇതൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. ബട്ട് ബേസ് മോഡിൽ ബേസ് നല്ല രീതിയിലുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ബേസ് നല്ല രീതിയിലുണ്ട്. 10 mm ഡ്രൈവേഴ്സാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ 10 mm ആണെങ്കിലും ബേസ് മോഡിലിട്ടാൽ ബേസ് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൺട്രോൾസിൽ അവർ സിംഗിൾ ടാപ്പ് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്കും പലപ്പോഴും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സിംഗിൾ ടാപ്പ്. അത് ചില ഇയർഫോൺസിൽ സിംഗിൾ ടാപ്പ് വോളിയം അപ്പ്, വോളിയം ഡൗൺ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ആക്സിഡൻ്റൽ ടച്ചസ് സിംഗിൾ ടാപ്പിൽ കുറേയധികം വരും. അതുകൊണ്ട് ഇതിൽ സിംഗിൾ ടാപ്പില്ല. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേയും ബോസും ആവും. ടാപ്പ് ആൻഡ് ഹോൾഡ് 2 സെക്കൻഡ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ട്രാക്കും നെക്സ്റ്റ് ട്രാക്കും പോകാനായിട്ട് പറ്റും. ഇനി ഈ റൈറ്റ് സൈഡാണ് നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഈക്വലൈസർ മോഡിലൂടെയും ഇങ്ങനെ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഏത് മോഡിലാണ് എന്നവർ പറയില്ല. ജസ്റ്റ് ടിങ് ടിങ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചൈം മാത്രമേ കേൾക്കുള്ളൂ. സോ ബേസ് ഉള്ളൊരു പാട്ട് വെച്ചിട്ട് നിങ്ങൾ മോഡ് മാറ്റുവാണെങ്കിൽ ആ ഒരു ബേസ് ഇങ്ങനെ ഇടിക്കുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ബേസ് അപ്പ് മോഡിൽ മാത്രം വരുന്നതാണ്. ഇനി ഈ സൈഡിലാണ് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അലക്സയല്ല
സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ചാനലിലെ DWS റിവ്യൂസിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മൈക്രോഫോൺ ടെസ്റ്റിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് സൗണ്ട് കോറിൻ്റെ ലൈഫ് നോട്ട് ഇയിൽ നിന്നുമാണ് ഈ സെഗ്മെന്റ് മുഴുവനും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് എങ്ങനെയുണ്ട്? നോർമലി കോൾ സംസാരിക്കുമ്പോൾ മൈക്രോഫോൺ ഇങ്ങനെയായിരിക്കും പിക്കപ്പ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റിലും റൈറ്റിലും മൈക്രോഫോൺസ് ഉണ്ട്. മോണോ ആയിട്ടും സ്റ്റീരിയോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ട്. എന്തായാലും അറ്റ് എ ടൈം ഒരു മൈക്ക് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ റൈറ്റ് മൈക്രോഫോൺ ഞാൻ ഊരിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് മൈക്രോഫോണിൻ്റെ എനിക്ക് സ്പൈക്ക് ഒന്നും കാണുന്നില്ല. സോ ലെഫ്റ്റ് ആണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് മൈക്രോഫോൺ ആണ് ഇപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എൻവയോൺമെന്റ് നോയ്സ് ക്യാൻസലേഷൻ അല്ല ഉള്ളത്, AI നോയ്സ് ക്യാൻസലേഷൻ ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഓഡിയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മൈക്രോഫോണിന് വേണ്ടിയിട്ടാണ്, മീറ്റിംഗ് കൂടാനാണ് എന്നുണ്ടെങ്കിൽ കേട്ടിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. ഇനി ഇതിനകത്ത് പോരായ്മകൾ എന്ന് പറയാനായിട്ട് ഗെയിമിംഗ് മോഡില്ല. ഗെയിമിംഗ് മോഡ് അവരെടുത്ത് പറയുന്നില്ല. ഗെയിം കളിക്കുമ്പോൾ എല്ലാ ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൽ ഉണ്ടാകുന്ന ഒരു ലേറ്റൻസി ഇതിനകത്തുണ്ട്. അല്ലാതെ എടുത്ത് ഗെയിമിംഗ് മോഡ്, ലോ ലേറ്റൻസി മോഡ് ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമാണ് എനിക്ക് ഈ പ്രൈസ് പോയിന്റിൽ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയത്. അല്ലാത്ത പക്ഷം സൗണ്ട് ക്വാളിറ്റിയിൽ നല്ലതാണ്. മൈക്രോഫോൺ ക്വാളിറ്റി നിങ്ങൾ കേട്ട പോലെ തന്നെ ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അതാണ് ഇതിൻ്റെ ടോപ്പ്. ഇപ്പോൾ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റിക്ക് ഒരു 4 out of 5 റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിക്ക് ഞാൻ 5 out of 5 റേറ്റിംഗ് കൊടുക്കും. ഈ പ്രോഡക്റ്റ് എക്സ്ക്ലൂസീവ്ലി ബിഗ് ബില്യൺ ഡേ ലോഞ്ച് ആയിട്ട് ഫ്ലിപ്കാർട്ടിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സൗണ്ട് കോറിൻ്റെ വെബ്സൈറ്റിലും അതേപോലെ ആമസോണിൽ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്കുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.